ഹലോ കൂട്ടുകാരെ, ഇന്ന് ഒരു ഉച്ചയൂണിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ ഉച്ചയൂണിൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇടിച്ചക്ക തോരനാണ്. പിന്നെ നമ്മൾ ബീഫ് കറി വയ്ക്കുന്നുണ്ട്, കപ്പ വേവിക്കുന്നുണ്ട്. അപ്പം നമുക്ക് തുടങ്ങിയാലോ. ഇടിച്ചക്ക ആദ്യമേ തന്നെ അതിൻ്റെ മുള്ളൊക്കെ ചെത്തിക്കളഞ്ഞ് ചെറിയ ചതുര കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഇത്തിരി വെള്ളം ഒഴിച്ച് ഒരു വിസിൽ കേൾപ്പിച്ചെടുക്കാം. പെട്ടെന്ന് വെന്ത് പോകും. അതുകൊണ്ട് തന്നെ ഒറ്റ വിസിൽ കയറ്റിയാൽ മാത്രം മതി. അത് കഴിയുമ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്ത് വെച്ചിരിക്കണം. ആവി അതിൽ നിർത്തരുത്, പെട്ടെന്ന് വെന്ത് പോകും ചക്ക. ഇനി നമുക്ക് തണുത്ത് കഴിയുമ്പോൾ ഒരു മിക്സിയിലിട്ടോ അല്ലെങ്കിൽ ഒരു ഇടികല്ലിലിട്ടോ ഒന്ന് ചതച്ചെടുക്കാം. ഞാനൊരു ഇടികല്ലിലിട്ടാണ് ചതച്ചെടുത്തിരിക്കുന്നത്. മിക്സിയിലിട്ട് ഒന്ന് പൾസ് ചെയ്താലും മതി. നമ്മുടെ ചക്കയൊക്കെ ക്രഷായി കിട്ടുന്നുണ്ട്. ചക്കയൊക്കെ ഞാൻ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് തോരൻ വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഓരോ നാട്ടിലും ഓരോ രീതിയിലാണല്ലോ. നമ്മൾ വെക്കുന്നതെന്ന് കാണിച്ചു തരാം. തോരന് വേണ്ടിയുള്ള തേങ്ങയും മഞ്ഞൾപ്പൊടിയും ജീരകവും പിന്നെ കുരുമുളകും അതുപോലെ തന്നെ കാന്താരി മുളകും കറിവേപ്പിലയും. കാന്താരി മുളകാണ് ഞങ്ങൾ ചതയ്ക്കുന്നത്. അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കത് മിക്സിയിലൊന്ന് ചതച്ചെടുക്കാം. ഇനി നമുക്ക് തോരൻ വയ്ക്കാം. പാത്രത്തിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചു. കടുക് ചൂടായി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞതിട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ ഉള്ളി ഒന്ന് മൂത്ത് വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ഇത്തിരി ഉഴുന്നും അരിയും ചേർത്ത് കൊടുക്കാം. അരിയും ഉഴുന്നും കഴുകി വെള്ളമൊക്കെ വാർന്ന് കളഞ്ഞതാണ്. അതും അതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി ഒന്ന് മൂത്ത് വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അരിയും ഉഴുന്നുമൊക്കെ ഒന്ന് മൂത്ത് വരണം. എന്നിട്ട് വേണം കറിവേപ്പില ചേർക്കാൻ. കറിവേപ്പിലയുടെ വെള്ളമയം കൊണ്ട് അരി പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് വെള്ളമയം ഇല്ലാതെ വേണം ഇടാൻ എണ്ണയിലേക്ക്. ഇനി നമ്മൾ അരച്ച് വെച്ചിരുന്ന നമ്മുടെ അരപ്പൂടെ ചേർത്ത് കൊടുത്തു. അരപ്പിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഇടിച്ചക്ക ഇട്ട് കൊടുക്കാം. ഇനി നന്നായി തോർത്തിയെടുക്കാം. അപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റിയായ ഇടിച്ചക്ക തോരൻ ഇവിടെ റെഡിയാണ്. നന്നായിട്ട് തോർത്തിയെടുക്കണം. ചക്ക ഒരുപാട് വെന്തളിഞ്ഞ് പോവുകയും ചെയ്യരുത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇടിച്ചക്ക തോരനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. നന്നായിട്ട് അരി ഉഴുന്നൊക്കെ വറുത്ത് ചേർക്കണം. എന്നാൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. ഇത്തിരി ഗരം മസാല പൊടിയുടെ കൂടെ തൂകി കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഇടിച്ചക്കയ്ക്ക്. ഞാൻ ഇത്തിരി ഗരം മസാലയും കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ വിഭവമായ ഇടിച്ചക്ക തോരൻ ഇവിടെ റെഡിയാണ്. നമ്മുടെ ഈ സീസണിൽ നമ്മൾ ആദ്യമായിട്ടാണ് ഇടിച്ചക്ക തോരൻ വയ്ക്കുന്നത്. അപ്പം നോക്കിക്കേ, ഇതേപോലൊരു തോരൻ നല്ല സൂപ്പർ ടേസ്റ്റിയാണ്. ഇനി നമ്മൾ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയാണ് വെക്കുന്നത്. എല്ലാവർക്കും അറിയാം വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി വെക്കാൻ, പ്രത്യേകിച്ച് കാണിക്കേണ്ട. എന്നാലും അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിലോ ഒന്ന് കണ്ടോട്ടെ. അവർക്ക് വേണ്ടി ഞാൻ തന്നെ വെണ്ടയ്ക്കയൊക്കെ വൃത്തിയാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു സവാള എടുത്തിട്ടുണ്ട്. പച്ചമുളക് ഞാൻ എടുക്കുന്നില്ല. ഞാൻ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. പച്ചമുളക് ചേർക്കാനാണെങ്കിൽ പച്ചമുളക് ചേർത്താൽ മതി. എന്താണ്ട് എണ്ണയിലേക്ക് വെണ്ടയ്ക്കയും സവാള ഇട്ട് കൊടുത്ത് ഒന്ന് വഴന്ന് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് ഞാൻ ഇത്തിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്തിരി ഗരം മസാലയും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായി തോർത്തിയെടുക്കാം. നന്നായി വെന്ത് തോർന്ന് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് ഞാൻ ഇത്തിരി തേങ്ങ കൂടെ ചേർക്കുന്നുണ്ട്. ഒരു 2-3 സ്പൂൺ തേങ്ങ ചിരിക്കിയത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് തേങ്ങ ചേർക്കാൻ ഇഷ്ടമില്ലെങ്കിൽ 1-2 മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ചാൽ മതി. അപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റിയായ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയും ഇവിടെ റെഡിയാണ്. പിന്നെ നമ്മൾ ബീഫ് ഇന്ന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കപ്പയും വാങ്ങിയിട്ടുണ്ട്. കപ്പ അരിഞ്ഞ് വെള്ളത്തിലിട്ട് കുക്കറിൽ ഒരു വിസിൽ കേൾപ്പിച്ചിട്ടുണ്ട്. നന്നായി വേവുന്ന കപ്പയായിരുന്നു. ദാണ്ട വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് ഒരു ട്രിപ്പൂടെ ഞാൻ വെള്ളം ഒഴിച്ച് നന്നായി ഊറ്റിക്കളഞ്ഞിട്ടുണ്ട്. കട്ടൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. വെന്ത് വന്ന കപ്പയിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയിട്ട് കുഴച്ചെടുക്കാം. പ്രത്യേകിച്ച് തേങ്ങയൊന്നും ചേർക്കുന്നില്ല. അപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റിയായ കപ്പ കുഴച്ചതും ഇവിടെ റെഡിയാണ്. ഞായറാഴ്ച ദിവസമാണ്, ബീഫുണ്ട്, അതുകൊണ്ട് കപ്പയുമുണ്ട്. പിന്നെ ഇനി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ബീഫ് കറിയാണ് ചെയ്യുന്നത്. കുക്കറിലാണ് ചെയ്യുന്നത്. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തു. തേങ്ങാക്കൊത്ത് ഒന്നിന് മൂത്ത് വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ പച്ചമണം മാറിയപ്പോൾ ആവശ്യത്തിന് സവാളയും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി സവാളയൊക്കെ ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ ഇത്തിരി ഉപ്പോട് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇത്തിരി കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഞാൻ 2 പച്ചമുളകും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി എല്ലാം ഒന്ന് വഴന്ന് വരട്ടെ. എന്നിട്ട് നമുക്കതിലേക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്ന് നമ്മുടെ സവാള വഴന്ന് കിട്ടുന്നുണ്ട്. നമ്മുടെ സവാള വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടിയാണ് ഞാൻ ചേർത്തത്. ഇനി പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം. അതവിടെ നിന്ന് ചൂടാവട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ബീഫ് വൃത്തിയാക്കി കൊണ്ടുവരാം. നമ്മുടെ ബീഫൊക്കെ ഞാൻ ദാണ്ട കഴുകി വൃത്തിയാക്കി എടുത്തുകൊണ്ട് വച്ചിട്ടുണ്ട്. വെള്ളമൊക്കെ വാർന്നു പോകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറിലേക്ക് അതും കൂടെ ഇട്ട് കൊടുക്കാം. സൂപ്പർ ടേസ്റ്റിയായ നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡിയാവും ഇപ്പം തന്നെ. നോക്കിയാൽ പെട്ടെന്ന് തയ്യാറാക്കാം. കുക്കറിലാണല്ലോ, അതുകൊണ്ടാണ്
പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. കുക്കറിലാകുമ്പോൾ ഒരു 3-4 വിസിൽ കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ബീഫ് വെന്ത് കിട്ടും. നല്ല സോഫ്റ്റ് ബീഫായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു 4 വിസിലൊക്കെ കേട്ടപ്പോൾ തന്നെ എൻ്റെ ബീഫ് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ ദാണ്ട കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. 3-4 വിസിൽ കേട്ടപ്പോൾ നമ്മുടെ ബീഫ് കറി, ഞാൻ പറഞ്ഞല്ലോ കുറുക്കിയല്ല ഞാൻ എടുക്കുന്നത്, ഇത്തിരി ഗ്രേവി ആയിട്ടാണ് എടുക്കുന്നത്. കപ്പയൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ എല്ലാവർക്കും ഇത്തിരി ഗ്രേവി വേണം. അതുകൊണ്ട് ഞാൻ ഇത്തിരി ഗ്രേവി ആയിട്ടാണ് എടുക്കുന്നത്. ദാണ്ട കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ബീഫിൻ്റെ കറി ഇവിടെ റെഡിയാണ്. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. കുറച്ച് തണുക്കുമ്പോഴത്തേക്ക് കൂടുതൽ എണ്ണ തെളിഞ്ഞ് വരും. ബീഫിൻ്റെ നെയ്യൊക്കെ ഇറങ്ങി വരും. ദാണ്ട ബീഫ് കറിയും റെഡിയാണ്. അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണിൻ്റെ സ്പെഷ്യലുകളായ ബീഫ് കറിയും ഇടിച്ചക്ക തോരനും കപ്പ വേവിച്ചതും വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയും എല്ലാം റെഡിയാണ്. ഇനി നമുക്ക് കഴിക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ. അപ്പോൾ പാത്രത്തിലേക്ക് നല്ല ചൂട് ചോറിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് എന്ത് വെച്ച് കൊടുക്കുന്നത്, നമ്മുടെ ഇടിച്ചക്ക തോരൻ, ഇത്തിരി കൂടുതൽ ഇടിച്ചക്ക തോരൻ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ സീസണിൽ നമ്മൾ ആദ്യം കഴിക്കുകയാണ് ഇടിച്ചക്ക തോരൻ, അതുകൊണ്ടാണ് ഇത്തിരി കൂടുതൽ വെച്ച് കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി, നമ്മൾ സൂപ്പർ ടേസ്റ്റിയായ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി. തേങ്ങയ്ക്ക് പകരം മുട്ട ചേർത്താൽ ഇത്തിരി കൂടെ ടേസ്റ്റ് കൂടും കേട്ടോ. ഒരു നുള്ളു ഗരം മസാലയും കൂടെ ചേർക്കണം, എന്നാൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിക്ക്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് കപ്പ വേവിച്ചതും വെച്ച് കൊടുത്തു. പിന്നെ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യലായ ബീഫ് കറിയും വെച്ച് കൊടുക്കുന്നുണ്ട്. കുക്കറിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയ ഒരു ബീഫ് കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് തന്നെയാണ് നമ്മളിങ്ങനെ കുക്കറിൽ തയ്യാറാക്കിയാലും. പക്ഷേ അടുപ്പിലൊക്കെ കിടന്ന് പതുക്കെ വേവുന്ന ഒരു ടേസ്റ്റ് ആയിരിക്കില്ല. ഇതിന് വളരെ പെട്ടെന്ന് വെന്ത് കിട്ടിയ ഒരു ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള മറ്റൊരു വീഡിയോയുമായി വേറൊരു ദിവസം നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ടാറ്റാ.